90കളിൽ തമിഴ് മലയാള സിനിമകളിൽ സജീവമായിരുന്ന നടിയാണ് സംഗീത. മലയാളത്തിൽ മമ്മൂട്ടി, ശ്രീനിവാസൻ, ജയറാം തുടങ്ങിയ മികച്ച താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ നടിക്ക് സാധിച്ചിരുന്നു. ചിന്താവിഷ്ടയായ ശ്യാമള സംഗീതയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ ഒന്നായിരുന്നു. ശ്രീനിവാസനായിരുന്നു ഈ സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത്. ചിന്താവിഷ്ടയായ ശ്യാമളയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് സംഗീതയ്ക്ക് ലഭിച്ചിരുന്നു. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത 1992 റിലീസായ നാടോടി എന്ന ചിത്രത്തിലൂടെയാണ് സംഗീത മലയാളത്തിൽ എത്തിയത്. മോഹൻലാലായിരുന്നു ചിത്രത്തിലെ നായകൻ. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും സംസാരിക്കുകയാണ് സംഗീത. എത്ര ജന്മം കഴിഞ്ഞാലും മറക്കാനാവാത്ത സിനിമയാണ് ചിന്താവിഷ്ടയായ ശ്യാമളയെന്നും സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയതുകൊണ്ട് മാത്രമല്ല അതെന്നും ഇപ്പോഴും പലർക്കും താൻ ശ്യാമളയാണെന്നും സംഗീത പറഞ്ഞു. ചിന്താവിഷ്ടയായ ശ്യാമളയിലേക്ക് മോഹൻലാലാണ് എന്റെ പേര് നിർദ്ദേശിച്ചതെന്ന് കേട്ടു. ഞാനും കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്നറിയില്ല. ലാൽ സാറിനൊപ്പം നാടോടിയിലാണ് അഭിനയിച്ചത്. അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെയും 4-5 വർഷം കഴിഞ്ഞാണ് ചിന്താവിഷ്ടയായ ശ്യാമളയിൽ അഭിനയിക്കുന്നത്. ഒരു കുട്ടിയായി അഭിനയിച്ച എന്നെ ലാൽ സാറിന് ഓർമ്മയുണ്ടാകുമോ എന്നെനിക്ക് അറിയില്ല. പലർക്കും ഞാൻ ശ്യാമളയാണ്. സംഗീത എന്ന പേര് പോലും ഓർക്കില്ല. 19 വയസ്സുള്ള എന്നെ 2 കുട്ടികളുടെ അമ്മയുടെ വേഷത്തിൽ അഭിനയിപ്പിച്ചത് ശ്രീനി സാറാണ്. അദ്ദേഹം പറഞ്ഞത് അനുസരിച്ചു. അതേ ഞാൻ ചെയ്തുള്ളൂ, സംഗീത പറഞ്ഞു.